ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് അനീഷ്. ഞാൻ 2002 മുതൽ കോംടെക്കിൽ ഫിനാൻസ് മാനേജറായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഇതിനു മുമ്പ് ഒരു 6 വർഷം ഞാൻ സ്റ്റീൽ ഇൻഡസ്ട്രിയിലായിരുന്നു. അവിടെ നിന്ന് കോംടെക്കിലേക്ക് വരുമ്പോഴത്തേക്കും എനിക്കുണ്ടായിരുന്ന ഒരു പുതിയ അനുഭവം എന്ന് പറഞ്ഞാൽ എംപ്ലോയീസിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കമ്പനിയുടെ ഒരു വളർച്ചയാണ്. കമ്പനിയുടെ വളർച്ചയും എംപ്ലോയീസിൻ്റെ വളർച്ചയും തുല്യ പ്രാധാന്യം നൽകുന്ന ഒരു വളരെ ദീർഘദർശിയായ ഒരു മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ എനിക്ക് വർക്ക് ചെയ്യാൻ കഴിഞ്ഞത് വളരെയധികം ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കോംടെക് 2002 സ്ഥാപിതമാകുന്നത്. 2002 കോംടെക് തുടങ്ങുമ്പോൾ ഒരു കമ്പ്യൂട്ടർ സർവീസ് സെൻറ്റർ എന്നുള്ള രീതിയിലാണ് ആ ബിസിനസ് സ്ട്രാറ്റജി കൊണ്ടുവന്നത്. എന്നാൽ 2002 നിന്ന് 20 വർഷങ്ങൾ കഴിയുമ്പോൾ 2022 ഞങ്ങൾ 20th ഇയർ സെലിബ്രേഷൻ നടത്തി. ഒക്ടോബറിൽ കമ്പനി HPC പോലുള്ള വലിയ ഹൈ എൻഡ് സൊല്യൂഷൻ നൽകുന്ന ഒരു തലത്തിലേക്ക് കമ്പനീനെ കൊണ്ടുവരാൻ കഴിഞ്ഞു. അതിന് ഷിജു കെ ബാലൻ എന്ന് പറഞ്ഞ വളരെ ദീർഘദർശിയായ ഒരു ലീഡറുടെ സാരഥ്യത്തിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. കമ്പനി ഇനി മുന്നോട്ട് വെക്കുന്നത് ഓൺലൈൻ മാജിക് എന്ന് പറഞ്ഞ സമൂഹത്തിനെയും കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് എംപ്ലോയീസിനെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സമൂഹത്തിന് ഫലം നൽകുന്ന വലിയൊരു പ്രൊജക്റ്റാണ് ഓൺലൈൻ മാജിക് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രൊജക്റ്റാണ് ഇനി കമ്പനി ഇനിയുള്ള വർഷങ്ങളിൽ മുന്നോട്ട് വെക്കുന്ന ഒരു വിഷൻ. കമ്പനിയുടെ വളർച്ച എന്ന് പറയുന്നത് ഓരോ എംപ്ലോയീസിൻ്റെയും വളർച്ചയാണ് കോംടെക്കിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ എൻ്റെ ആഗ്രഹം CFO ആണോയെന്നാണ്. അപ്പോൾ ആ CFO ആകാനായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മാനേജ്മെൻറ്റിനോട് ഡിസ്കസ് ചെയ്യുകയും ശ്രീ ഷിജു കെ ബാലൻ അതിനുള്ള പദ്ധതികളും ഓരോ കാര്യങ്ങളും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു മെൻറ്റർഷിപ്പ് എനിക്ക് തന്നു. എനിക്ക് ഉറപ്പുണ്ട് കോംടെക്കിൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഓരോ എംപ്ലോയിയും, ഞാൻ മാത്രമല്ല ഓരോ എംപ്ലോയിയും അവൻ്റെ ഏറ്റവും ഉയർന്ന പൊട്ടൻഷ്യലിൽ എത്താൻ സാധിക്കുമെന്ന് എനിക്ക് അതിയായ ഉറപ്പുണ്ട്. ഒരു വിഷണറിയായ ഒരു മാനേജ്മെൻറ്റിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞതിൽ അതിയായ അഭിമാനമുണ്ട്. താങ്ക് യു.